ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അറ്റോമിക് സ്പെക്ട്രം നമുക്ക് നോക്കാം. വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇന്ററാക്ട്സ് വിത്ത് മാറ്റർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് മേ അബ്സോർബ് എനർജി ആൻഡ് റീച്ച് ടു ഹയർ എനർജി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. To attain stability, they emit radiations in form of spectrum. Such a spectrum is called atomic spectrum. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എപ്പോഴും ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ലോവർ എനർജി ലെവലിലായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുള്ള ലോവർ എനർജി ലെവലിലായിരിക്കും ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മോളിക്യൂളിൽ വന്ന് പതിക്കുക, ഇപ്പൊ UV റേഡിയേഷനോ IR റേഡിയേഷനോ ഒക്കെ മോളിക്യൂളിൽ വന്ന് പതിക്കുമ്പോൾ ആ റേഡിയേഷന്റെ എനർജി നമ്മുടെ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട് അവർ ഹയർ എനർജി ലെവലിലേക്ക് പോകും. എനർജി കിട്ടിയല്ലോ, അപ്പൊ പിന്നെ താഴെ തന്നെ ഇരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ദെൻ അവർ വീണ്ടും ആ എനർജി ഹയർ ലെവൽ എന്ന് പറയുന്ന അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് വീണ്ടും എനർജി ഒക്കെ എമിറ്റ് ചെയ്ത് അവർ താഴേക്ക് തന്നെ പോരും. നമുക്ക് പഴയ സ്ഥലം തന്നെ മതി എന്ന് പറഞ്ഞ് താഴേക്ക് തന്നെ പോരും. അപ്പൊ ആ എമിറ്റ് ചെയ്യുന്ന എനർജി നമ്മൾ എമിറ്റഡ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് സ്പെക്ട്രം. ഓക്കെ, റേഡിയേഷൻസ് ഇൻ ദി ഫോം ഓഫ് സ്പെക്ട്രം ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റേഡിയേഷനെ നമ്മൾ സ്റ്റഡി ചെയ്ത് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നു. ഈ സ്പെക്ട്രമാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ കേസിലാണ് ഈ സ്പെക്ട്രം കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയും. മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ മോളിക്കുലർ സ്പെക്ട്രം എന്ന് പറയും. അതുപോലെ തന്നെ എനർജി അബ്സോർബ് ചെയ്തിട്ടുള്ള റേഡിയേഷന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആയിരിക്കും. അതുപോലെ എനർജി എമിറ്റ് ചെയ്തിട്ടുള്ള സ്പെക്ട്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. ഓക്കെ, സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് എനർജി ഈസ് കോൾഡ് എമിഷൻ സ്പെക്ട്രം. അവിടെ എനർജി എമിറ്റ് ചെയ്യാണ് ചെയ്തത്, അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. ഇനി എമിഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. എമിഷൻ ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്രയെ കുറിച്ച് സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. So excited atoms emit light only at specific wavelengths with dark spaces between them. Such spectra are called line spectra or atomic spectra. അപ്പോൾ ഈ ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്ര ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, പകരം എങ്ങനെയാണ് സ്പെസിഫിക് വേവ് ലെങ്സിൽ ഡാർക്ക് സ്പേസസ് ആയിട്ടാണ് ഇവ കിട്ടുന്നത്. ഓക്കെ, ഡാർക്ക് സ്പേസസ് ആയിട്ട്, അതായത് ഇവയ്ക്ക് ഇടയ്ക്ക് ഡാർക്ക് സ്പേസ് ഉണ്ടാവും, അത് കൂടാതെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് സ്പെക്ട്ര കിട്ടുക. അപ്പൊ ഈ സ്പെക്ട്രത്തെ നമ്മൾ എന്താ പറയുന്നത്? അതുകൊണ്ട് ലൈൻ സ്പെക്ട്ര എന്നാണ് പറയുന്നത്. കാരണം ഇത് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഡാർക്ക് സ്പേസസും ഉണ്ടായിരിക്കും. ഇനി ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്ര ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഒരു ഗേഷ്യസ് ഹൈഡ്രജനിൽ കൂടി കടന്നു പോകുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. എനർജറ്റിക്കലി എക്സൈറ്റഡ് ഹൈഡ്രജൻ ആറ്റംസ് produced emit electromagnetic radiation of discrete frequencies. അപ്പോൾ ഹൈഡ്രജനിൽ കൂടി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കും. ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ദെൻ എനർജി എമിറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് താഴെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഓക്കെ, മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ഇലക്ട്രോൺസ് മടങ്ങി വരും. അപ്പോൾ ആ റേഡിയേഷനെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജന്റെ സ്പെക്ട്രം അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഒരു എമിഷൻ സ്പെക്ട്രയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം കൺസിസ്റ്റസ് ഓഫ് സെവറൽ സീരീസ് ഓഫ് ലൈൻസ് നെയിംഡ് ആഫ്റ്റർ ദ ഡിസ്കവറീസ്. ഫസ്റ്റ് 5 സീരീസ് ഓഫ് ലൈൻസ് ആർ ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ് ആൻഡ് പീഫൺ സീരീസ്. എമംഗ് ദീസ് ലൈൻസ് ബാൾമർ സീരീസ് ഈസ് ഓൺലി സീരീസ് ദാറ്റ് വി ക്യാൻ വിസിബിൾ. അപ്പോൾ ഈ കിട്ടുന്ന ലൈൻസിന് ഓരോ ലൈൻസിന് ഓരോ പേരുണ്ട്. ആദ്യത്തേത് ലൈമൻ, പിന്നെ ബാൾമർ, പിന്നെ പാസ്കൻ, പിന്നെ ബ്രാക്കറ്റ്, പിന്നെ പീഫണ്ട്. ഇങ്ങനെയാണ് ഈ ലൈൻസിന്റെ പേര്. എങ്ങനെ ഈ ലൈൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവ ഏത് ഹയർ എനർജി ലെവലിൽ നിന്ന് എങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺസ് ഏറ്റവും ലോവർ എനർജി സ്റ്റേറ്റിലാണുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവർ ഹയർ സ്റ്റേറ്റിലേക്ക് പോയി. ഹയർ സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റിലേക്ക് വരാം, ചിലത് രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് വരും, ചിലത് മൂന്നാമത്തേതിലേക്ക് വരും, ചിലത് നാലാമത്തേതിലേക്ക് വരും. എങ്ങനെ വന്നാലും ഇവർ എനർജി എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കിട്ടുന്ന സ്പെക്ട്ര എമിഷൻ സ്പെക്ട്ര ആയിരിക്കും. ഇനി ഹയർ എനർജി ലെവലിൽ നിന്ന് ഒന്നാമത്തെ n=1, അതായത് ഫസ്റ്റ് എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ അപ്പം നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയാണ് ലൈമൻ സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. സ്പെക്ട്രൽ ലൈൻസിന്റെ പേര് ലൈമൻ സീരീസ്. ഇനി സെക്കൻഡ് എനർജി ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ബാൾമർ സീരീസ്, തേർഡ് എനർജി ലെവലിലേക്കാണെങ്കിൽ പാസ്കൻ സീരീസ്, ഫോർത്ത് ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ബ്രാക്കറ്റ് സീരീസ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രത്തിലുള്ള ലൈൻസിന്റെ പേരുകൾ. ഓക്കെ, സ്പെക്ട്രൽ ലൈൻസിന്റെ പേര് ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ് ആൻഡ് പീഫണ്ട്. ഇതിൽ ലൈമൻ സീരീസിന്റെ റീജിയൺ ഓഫ് സ്പെക്ട്രം എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് റീജിയൺ ആയിരിക്കും.
നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ബാൾമർ സീരീസ്, അത് വിസിബിൾ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ആണ്. ഈ വിസിബിൾ റേഡിയേഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നറിയാലോ. അപ്പൊ വിസിബിൾ ലൈറ്റിന്റെ ആ ഒരു വേവ് ലെങ്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ബാൾമർ സീരീസ് മാത്രമാണ് വിസിബിൾ റീജിയണിലുള്ളത്. ദെൻ പാസ്കൻ സീരീസ് ഇൻഫ്രാറെഡ് ആണ്, ബ്രാക്കറ്റ് ഇൻഫ്രാറെഡ് ആണ്, പി ഫണ്ടും ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. റീജിയൻ ഓഫ് സ്പെക്ട്രം ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, പി ഫണ്ട് ഓരോന്നിന്റെയും റീജിയൻ ഓഫ് സ്പെക്ട്രം. അതുപോലെ അതിന്റെ ഇക്വേഷൻ ഓഫ് വേവ് നമ്പർ mu bar is equal to RH into 1/1 square minus 1/n square. ഹയർ എനർജി ലെവലിൽ നിന്ന് ഒന്നിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് 1/1 square minus 1/n square എന്നുള്ളതിൽ n 2 3 4 5 ഒക്കെ ആവാം ഹയർ എനർജി ലെവൽ. അടുത്തത് ബാൾമർ ആണെങ്കിലോ RH into 1/2 square minus 1/n square. ഇവിടെ 2 എന്ന് പറയുന്നതാണ് ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇനി ഇവിടെ 3 ലെവലിലേക്കാണ് വരുന്നത്, ഇവിടെ 4 ലെവലിലേക്കാണ്, ഇവിടെ 5 ലെവലിലേക്കാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് വാല്യൂ ഈസ് 1.097 into 10⁻⁷ m⁻⁻1. അപ്പൊ ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്ര. ഏതൊക്കെയാണ് ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ അതിന്റെ റീജിയൺ ഏതൊക്കെയാണെന്നൊക്കെ എപ്പോഴും എക്സാമിന് വരാറുണ്ട്. ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, പി ഫണ്ട് ഓർത്തിരിക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു എമിഷൻ സ്പെക്ട്ര കിട്ടുന്നത് എന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കുക.